ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSIR NALന്റെ കീഴിൽ വരുന്ന ടെക്നീഷ്യന്റെ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ CSIR എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിലേക്കുള്ള ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇത് ബാംഗ്ലൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ബാംഗ്ലൂരു ബേസ് ചെയ്തിട്ടാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് തന്നെയാണ്. അതിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടെക്നീഷ്യന്റെ ഈ ഒരു പോസ്റ്റിലേക്ക് 86 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 86 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ITA ആണ്. ITA പഠിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് വാക്കൻസി ആണ് ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ITയുടെ ട്രേഡ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് 6th ജൂൺ തൊട്ടാണ്. 10th ജൂലൈ വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. 10th ജൂലൈ, അതായത് ജൂലൈ 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. ഫീസ് വരുന്നത് 500 രൂപയാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പ്ലസ് ITA ആണ് കേട്ടോ. SSLC പ്ലസ് ITA എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ITA ട്രേഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഏജ് ലിമിറ്റ് വരുന്നത് 18 to 28 ഇയേഴ്സ് ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 28 വയസ്സാണ്. ഇതിൻ്റെ ഒപ്പം എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഈ ഒരു ITA ട്രേഡ് അനുസരിച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ട്രേഡ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് നടത്തുന്നത്. ട്രേഡ് ടെസ്റ്റ് നടത്തി നിങ്ങൾ ഓക്കെ ആണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിട്ടൺ എക്സാം, കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് വരികയാണെങ്കിൽ ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ക്വാളിഫൈ ആയവർക്ക് പിന്നെ എന്തുണ്ട്, ഒരു റിട്ടൺ എക്സാമിനേഷനും കൂടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 38,500 എന്നുള്ളതാണ്. 38,000 പുറത്ത് സാലറിയാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. 38,000 അബോവ് സാലറിയാണ് പറയുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് NAL.RES.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റ് ഓർമ്മിച്ചിരിക്കുക. NAL.RES.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് വരുന്നത്. നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്ലൈ ഓൺലൈൻ കൊടുക്കാനുള്ള ലിങ്ക് ഒക്കെ നമ്മൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യും. PDF ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താലും മതി. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 6/6/2025 സ്റ്റാർട്ട് ചെയ്ത് 10/7/2025 വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായി ശ്രദ്ധിക്കുക. 6-ാം തീയതി തുടങ്ങി അടുത്ത മാസം 10-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അതിൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയും, SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, PHF നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 0 ആണ് വരുന്നത്. നോർമൽ കാൻഡിഡേറ്റ്സിനെല്ലാം 500 രൂപയും, ഫീമെയിൽ ആൻഡ് SC ST അതുപോലെ EWS അല്ല എക്സ് സർവീസ്മാൻ ആൻഡ് PH കാൻഡിഡേറ്റ്സിനും 0 ആണ് വരുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതും കൂടെ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫീസ് അടയ്ക്കുക മസ്റ്റ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മുടെ വാക്കൻസീസ് എങ്ങനെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. UR കാൻഡിഡേറ്റ്സിന്, ജനറൽ കാൻഡിഡേറ്റ്സിന് 30 വാക്കൻസീസ്, OBC കാൻഡിഡേറ്റ്സിന് 27 വാക്കൻസി, EWS എക്കണോമിക്കലി വീക്കർ സെഷന് 8 വാക്കൻസി, SC കാൻഡിഡേറ്റ്സിന് 15 വാക്കൻസി, ST കാൻഡിഡേറ്റ്സിന് 6 വാക്കൻസി. ഇങ്ങനെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, നിങ്ങളുടെ ലെവൽ വരുന്നത് 19,000 നിന്ന് തുടങ്ങി 63,000 രൂപ വരെ കിട്ടുന്ന സാലറി പാക്കേജ് ആണ്. ലെവൽ 2 പേയ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ടോട്ടൽ ഇമാൾമെന്റ്സ് അപ്രോക്സിമേറ്റ്ലി കയ്യിൽ കിട്ടുന്ന ഏകദേശം 38,000 എന്നുള്ളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സാലറി റേഞ്ച് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 19,000 നിന്ന് തുടങ്ങി 63,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. ഇവിടെ എന്ത് എഴുതുന്നുണ്ട്, എക്സ് സർവീസ്മാൻ അഡീഷണൽ 8 വാക്കൻസി കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 4 വാക്കൻസി പറയുന്നുണ്ട്. PWD കാർക്കാണെങ്കിൽ 6 വാക്കൻസിയും പറയുന്നുണ്ട് കേട്ടോ. അത് എടുത്ത് പറയുന്ന കാര്യമാണ്. ബാക്കിയുള്ള UR OBC EWS ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം ഏജ് എത്രയാണ്, 28 ഇയേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ജനറൽ കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കേണ്ടത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. 10 ജൂലൈ 2025. 10 ജൂലൈ 2025 ജനറൽ കാൻഡിഡേറ്റ്സിന് എത്ര വയസ്സായിരിക്കണം, 28 വയസ്സായിരിക്കണം മാക്സിമം എന്ന് പറയുന്നത്. മിനിമം 18 to 28 ആണ് പറയുന്നത്. OBC ആണെങ്കിൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
അറിയാം. SC/ST ആണെങ്കിൽ 33, PWDയിൽ തന്നെ UR കാൻഡിഡേറ്റ്സ്, OBC, SC/STക്ക് ആണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. 38, 41, 43 എന്നുള്ള രീതിയിലുണ്ട്. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവരുടെ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് നിങ്ങൾ എത്ര വർഷം ഇറങ്ങിയോ ആ വർഷം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഏജ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് വിമണിന് എന്താണ് വരുന്നത്, 35 വയസ്സ് വരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള അവർക്കാണ് പറയുന്നത് 38 വയസ്സ് വരെ OBC കാൻഡിഡേറ്റ്സ്, 35 വയസ്സ് വരെ UR കാൻഡിഡേറ്റ്സ്, 40 വയസ്സ് വരെ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. വിഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള വിമണിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ SSLCക്ക് എത്ര ശതമാനം, 55% മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. SSLC 10th പാസ് ആയിരിക്കണം. SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. അതായത് നമ്മളെല്ലാവരും സയൻസ് തന്നെ ആയിരിക്കുമല്ലോ പഠിക്കുന്നത്, അതുകൊണ്ടാണ് സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. 55% മിനിമം പറയുന്നത്, മിനിമം 55%. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതെന്താണ്, എനി വൺ ഓഫ് ദ ഫോളോയിങ്, ഇതിൽ എന്താണ്, എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്നെന്താണ്, ITI സർട്ടിഫിക്കറ്റ് ഇൻ റിലവന്റ് ട്രേഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ITI സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം, അതാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 2 years ഫുൾ ടൈം അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഇൻ ദ റിലവന്റ് ട്രേഡ്. നിങ്ങൾ എവിടെയെങ്കിലും 2 വർഷത്തിന്റെ ഫുൾ ടൈം അപ്രന്റീഷിപ്പ് ചെയ്തവരായിരിക്കണം. അതായത് NCVT ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്രന്റീഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞവരായിരിക്കണം നിങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് അടുത്ത് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിന്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ബോഡിയുടെ കീഴിൽ, അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ PSUവിന്റെ ഒക്കെ കീഴിൽ ഏതെങ്കിലും ഒരു വർക്ക്, നിങ്ങളിപ്പോൾ ഫിറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ടേണർ ആയിട്ടോ എന്തെങ്കിലും ഇപ്പൊ മെഷീനിസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തവരായിരിക്കണം. 3 വർഷത്തിന്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ITI ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 വർഷത്തിന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് ടെക്നിക്കലി വേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ആർക്കൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ITI ഏതൊക്കെ പഠിച്ചവർക്കാണ് വരുന്നത്, ഒന്ന് ഫിറ്ററിനാണ്. ഫിറ്ററിന് 25 വാക്കൻസി ഉണ്ട് കേട്ടോ. ഫിറ്ററിന് 25 വാക്കൻസി ആണ് വരുന്നത്. പിന്നെ വെൽഡറിന് 2 വാക്കൻസി പറയുന്നുള്ളൂ. ടേണറിന് ഈ പറയുന്ന 3 വാക്കൻസി. ഇലക്ട്രിക്കൽ പഠിച്ചവർക്ക് 12 വാക്കൻസി. മെഷീനിസ്റ്റിനാണെങ്കിൽ 8 വാക്കൻസി. ICT സിസ്റ്റം മെയിൻ്റനൻസിനാണെങ്കിൽ 4 വാക്കൻസി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PDF തന്നെ അവൈലബിൾ ആണ്. എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ട്രേഡ് പഠിച്ചവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചവർക്ക് 1 വാക്കൻസി പറയുന്നുള്ളൂ. മെക്കാനിക്കലിനും 1 വാക്കൻസി. ഇലക്ട്രോണിക്സിന് 11 വാക്കൻസി ഉണ്ട്. ഇലക്ട്രോണിക്സുകാർക്ക് 11 വാക്കൻസി എടുത്ത് പറയുന്നുണ്ട്. ഡ്രോട്ട്സ്മാൻ അല്ലെങ്കിൽ മെക്കാനിക്കലിന് എന്താണ് 5 വാക്കൻസി. ലാബ് അസിസ്റ്റന്റ് ആണെങ്കിൽ 1 വാക്കൻസിയാണ് പറയുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാം എന്താണ് 1 വാക്കൻസിയാണ് ബാക്കി എല്ലാത്തിനും പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും, ആരും അങ്ങനെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ കൂട്ടാക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഒരു അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് എഴുതണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. പെയിന്റർ, ഷീറ്റ് മെറ്റൽ, കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഫിസിയോതെറാപ്പി, എക്സ്റേ ടെക്നീഷ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് അഥവാ അവൈലബിൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഫസ്റ്റ് നിങ്ങളെ വിളിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ എഴുതണമെന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവണ്ട. കാരണം ആദ്യം നിങ്ങൾ ഈ ഒരു പറയുന്നത് ഫീസ് ഉണ്ട്, 500 രൂപയാണ്, അതോ ഇത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക കേട്ടോ. ഫിറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വാക്കൻസി ഉള്ളതിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ പോവുക, ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നിങ്ങളുടെ ഒരു സ്കിൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണെന്നുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വരുന്ന എന്താണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്ത് സ്റ്റേജസ് ഒക്കെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ട്രേഡ് ടെസ്റ്റ് ആണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂലി കൺസിസ്റ്റഡ് സെലക്ഷൻ കമ്മിറ്റി വിൽ ട്രേഡ് ടെസ്റ്റ്. നിങ്ങളിപ്പോൾ ഈ ഒരു പറയുന്ന സ്കില്ലിൽ അത്യാവശ്യം നിങ്ങൾ സ്കിൽഡ് ആണോ, നിങ്ങൾക്ക് അറിയാമോ, പണിയൊക്കെ അറിയാമോ എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റേജ് 2 ആയിട്ട് വരുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ തന്നെയാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് ആയതുകൊണ്ട് 10ന്റെയും ഏകദേശം 12th അല്ലെങ്കിൽ ITA സ്റ്റാൻഡേർഡ് ആണ് ഗിവ് ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 150 ക്വസ്റ്റ്യൻസ് 2.5 മണിക്കൂർ. 150 ക്വസ്റ്റ്യൻസിന് 2.5 മണിക്കൂർ ടൈമാണ് തന്നിട്ടുള്ളത്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് റീസണിങ് പോലെയുള്ള ലോജിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. 50 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ
മണിക്കൂർ തരുന്നുണ്ട്, 100 മാർക്കാണ് വരുന്നത്, 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ എന്തില്ല, നെഗറ്റീവ് ഇല്ല. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നെഗറ്റീവ് വരുന്നില്ല. മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും 2 മാർക്കും നെഗറ്റീവ് ഇല്ലേ എന്താണ്. അങ്ങനെ അത്യാവശ്യം നിങ്ങളുടെ റീസണിങ് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പേപ്പർ 2 വരുന്നത് 30 മിനിറ്റ്സ് ആണ്. അവിടെ വരുന്നത് ജി കെയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആണ്. ജി കെ ഇംഗ്ലീഷും 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 3 മാർക്കാണ് ഒരു ആൻസറിന് വരുന്നത്. 75 മാർക്ക് വീതമാണ്. ഒരു നെഗറ്റീവ് ആണ് വരുന്നത്. 3 മാർക്ക് ശരിക്കും, ഒരു നെഗറ്റീവും ആണ് വരുന്നത് കേട്ടോ. ഒരു മാർക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ജി കെയും ഇംഗ്ലീഷും ആണ് നിങ്ങൾ അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് പേപ്പർ 3 എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നുണ്ട്, 1 മണിക്കൂർ. അടുത്ത 1 മണിക്കൂർ നിങ്ങൾ എന്ത് എഴുതണം, നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ ആണോ കൊടുത്തത്, അല്ലെങ്കിൽ ടേണർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണോ കൊടുത്തത്, ആ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50, മാക്സിമം മാർക്ക് 150, 1 മാർക്ക് നെഗറ്റീവ്, 3 മാർക്ക് ശരിക്കും. ഓക്കെ, ആ കാര്യമാണ് പറയുന്നത്. ഇതാണ് ആ ഒരു റിട്ടൺ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. മൊത്തം 150 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 2.5 മണിക്കൂർ സമയമുണ്ട്. പേപ്പർ 1 നെഗറ്റീവ് ഇല്ല, അത് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. പേപ്പർ 2 ആകുമ്പോൾ ജി കെയും ഇംഗ്ലീഷും ആണ്, അവിടെ നെഗറ്റീവ് ഉണ്ട്. പേപ്പർ 3യിലും നെഗറ്റീവ് ഉണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഉള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ആ ഒരു വേക്കൻസി ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. 500 രൂപ വെറുതെ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതനുസരിച്ച് കോമ്പറ്റീഷനൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.